ഹലോ ഹായ്. നിങ്ങൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കായി തപ്പി നടക്കുകയാണോ? മാലദ്വീപിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്നത്തെ ടോപ്പിക് നമുക്കതാകാം. മാലദ്വീപിലേക്ക് ടീച്ചറായി ജോലി നേടാൻ എന്തു ചെയ്യണം എന്നത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയാൻ ശ്രമിക്കാം. അതായത് മാലദ്വീപ് ഗവൺമെന്റ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നത്, അവർക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതായത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്, അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി സമീപിക്കേണ്ട ഏജൻസി, അവരുടെ ഫീസ് എത്രയായിരിക്കും, എന്തൊക്കെ ഡോക്യുമെന്റേഷൻ ആണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത്, ഇന്റർവ്യൂ, ലാസ്റ്റ് സെലക്ഷൻ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. അതിനു മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് ഹയറിംഗ് സബ്ജക്ട്സ് എന്ന് ഡിസ്കസ് ചെയ്യാം. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സയൻസ് അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, അക്കൗണ്ടിംഗ്, ബിസിനസ്, കമ്പ്യൂട്ടർ സയൻസ്, മറൈൻ സയൻസ്, ട്രാവൽ ആൻഡ് ടൂറിസം, ബിടെക് ഹോസ്പിറ്റാലിറ്റി, ബിടെക് ആർട്ട്, അതുപോലെ ക്രിയേറ്റീവ് ആർട്ട്. ഇനിയും സബ്ജക്റ്റുകൾ ഉണ്ട്, അതായത് ഖുറാൻ, ഇസ്ലാം, അതുപോലുള്ള സബ്ജക്റ്റിനും, അത് സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റിനും ഇവര് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ഈ ജോലി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം, അതായത് എത്ര എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് സബ്ജക്ട്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതുപോലുള്ള സയൻസ് സബ്ജക്റ്റുകൾക്കൊക്കെ അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ബിസിനസ് ടീച്ചർ ആവാൻ BBA MBA ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എക്കണോമിക്സ് ടീച്ചർ ആവാൻ BA എക്കണോമിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അക്കൗണ്ടിങ്ങിന് BCom MCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ട്രാവൽ ആൻഡ് ടൂറിസം ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഡിഗ്രി ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ബിടെക് ഹോസ്പിറ്റാലിറ്റി ടീച്ചർ ആവാൻ വേണ്ടി ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്കും, അതുപോലെ ഡിസൈൻ റിലേറ്റഡ് കോഴ്സ് കഴിഞ്ഞവർക്ക് ക്രിയേറ്റീവ് ആർട്ട് പോലുള്ള, അതായത് ബിടെക് ആർട്ട് പോലുള്ള പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ടീച്ചിങ് പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക്, അതായത് ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് അവർ ആവശ്യപ്പെടുന്നത് ഒരു 1 year എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്, ബട്ട് അതില്ലാത്തവർക്കും കിട്ടിയതായിട്ട് പറയാം. ഇനി പറയാൻ പോകുന്നത് ഏജൻസി, അതായത് മാലദ്വീപിയൻ ഗവൺമെന്റ് ആണ് ഇന്റർവ്യൂ നടത്തുന്നതെങ്കിലും അത് ഏജൻസി വഴിയാണ് അവർ നടത്തുന്നത്. ഒരു ഏജൻസി വഴി മാത്രമാണ് നമുക്ക് മാലദ്വീപിയൻ ഗവൺമെന്റിലേക്കുള്ള ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിനുവേണ്ടി ഒരുപാട് ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു നല്ല ഏജൻസി സെലക്ട് ചെയ്യുക, അവരുമായിട്ട് നമ്മളൊരു കോണ്ടാക്ട് വെച്ചിരിക്കണം. വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ അത് ഏജൻസി വഴി നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ അവർ വഴി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷനും ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവർ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഡൗട്ടാണ്, നമ്മൾ എത്ര പൈസ ഇതിനു വേണ്ടി ഏജൻസിക്ക് കൊടുക്കേണ്ടി വരും, ഏജൻസി ചാർജ്, അതായത് ഏജൻസി ഫീസ് എത്രയായിരിക്കും, നമ്മൾ എത്ര പൈസ ഇതിനു വേണ്ടി മുൻകൂട്ടി കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അതായത് അതൊക്കെ ഓരോ ഏജൻസി അനുസരിച്ചാണ് ഫീസ് എടുക്കുന്നത്. ചിലർ 2 lakh, ചിലർ 210, ചില ഏജൻസി 250 വരെ വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അതായത് അത് ഏജൻസി അനുസരിച്ചിരിക്കും അവരുടെ ഫീസ്. നേരത്തെ പറഞ്ഞു, വേക്കൻസി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏജൻസി നമ്മളെ അറിയിക്കും. അത് കഴിഞ്ഞ് ഏജൻസി കുറച്ച് ഡോക്യുമെന്റേഷൻസ് നമ്മളോട് ചോദിക്കും. അതായത് പ്രിന്റഡ് കോപ്പി സെൻഡ് ചെയ്യാനായിരിക്കും പറയുക. അതിൽ ചിലതാണ് റെസ്യൂം, അതായത് നല്ലൊരു റെസ്യൂം ഉണ്ടായിരിക്കണം. അതുപോലെ പാസ്പോർട്ട് ഫ്രണ്ട് പേജ്, ബാക്ക് പേജിന്റെ ഫോട്ടോസ്, അതുപോലെ കോൺവെക്കേഷൻ, അതായത് ഓൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സിന്റെ ഫോട്ടോസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ഫോട്ടോ ഓഫ് ഹോൾഡിംഗ് ഒറിജിനൽ പാസ്പോർട്ട്, അതായത് ഒറിജിനൽ പാസ്പോർട്ട് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതുപോലെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇത്രയും കാര്യങ്ങളായിരിക്കും അവർ മെയിനായിട്ട് ചോദിക്കുക. ഇത് നമ്മൾ ഏജൻസിക്ക് അയച്ചു കൊടുക്കുന്നു. ഏജൻസി ഇത് മാലദ്വീപൻ ഗവൺമെന്റിലേക്ക്, മിനിസ്ട്രിയിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോ നമ്മുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ ഏജൻസി വഴി മിനിസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്, അതായത് മാലദ്വീപൻ മിനിസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അവരത് വെരിഫൈ ചെയ്യും. നമ്മൾ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി നമ്മൾ ഇതിന് എലിജിബിൾ ആണോ ഉള്ളത് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം അവരൊരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. ഈ ഷോർട്ട് ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇന്റർവ്യൂവിന് സെലക്ട് ആയി എന്നാണ് അർത്ഥം. നമുക്ക് അതിനുശേഷം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്
പ്രിപ്പയർ ചെയ്യാം. അതായത് നമ്മൾ എപ്പോൾ നമുക്ക് ഈ ഷോർട്ട് ലിസ്റ്റ് കിട്ടും, അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ് എപ്പോൾ ഇന്റർവ്യൂ നടക്കും, അത് കഴിഞ്ഞ് എപ്പോൾ സെലക്ഷന്റെ പേപ്പേഴ്സ് വരും, ഇതൊന്നും നമുക്ക് കറക്റ്റ് ഒരു ടൈം പറയാൻ പറ്റില്ല. ചിലപ്പോൾ 1 month, ചിലപ്പോൾ 2 months, ചിലപ്പോൾ അതിന് നേരത്തെ കിട്ടാം. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്റർവ്യൂവിനെ പറ്റി പറയാം. പണ്ടൊക്കെ നേരിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മാൽദ്വീപിയൻ മിനിസ്ട്രിയിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വരും, അവർ നേരിട്ട് ഒരു സെന്റർ ഉണ്ടാവും, അവിടെ വന്ന്, അതായത് ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് നേരിട്ടാണ് അവർ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത്. ബട്ട് കൊറോണ ടൈമിൽ ഓൺലൈനായിട്ടും ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴെന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ 2 രീതിയിൽ നടത്താറുണ്ട്. ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കാം, ചിലപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കാം. അതുകൊണ്ട് ഇന്റർവ്യൂ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിൽ നമുക്കത് എവിടെ വെച്ച് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതായത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ നല്ല നെറ്റും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ ഇതൊരു ടീച്ചിങ് ജോബ് ആയതുകൊണ്ട് തന്നെ ഡെമോ ക്ലാസ് ഒക്കെ ചിലപ്പോൾ ചെയ്യാൻ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം. അതായത് ബോർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കാൻ. അതുപോലെ ഇനി നിങ്ങൾക്ക് അങ്ങനെ സൗകര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏജൻസിയെ സമീപിച്ചാൽ അവർ തന്നെ അവരുടെ ഏജൻസിയിലേക്ക് വിളിപ്പിച്ച് അവിടുന്ന് എല്ലാ സെറ്റപ്പോടുകൂടി നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെലക്ഷൻ ആണ്. അതായത് നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ലെറ്റർ വരും. അത് ഏജൻസി വഴിയാണ് വരുന്നത്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏജൻസിക്കാര് നേരത്തെ കുറച്ച് പൈസ ചോദിക്കാം. അതായത് 20,000 അങ്ങനെ എത്രയെങ്കിലുമൊക്കെ ചോദിക്കാം. അങ്ങനെ അത് ചോദിച്ച് നമുക്ക് ഓഫർ ലെറ്റർ വാങ്ങാം. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഒക്കെ നമുക്ക് വർക്ക് പെർമിറ്റ് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ ഫുൾ എമൗണ്ട് നമ്മൾ അടച്ച് വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാൽദ്വീപ്സിലേക്ക് ഒരു ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാൽദ്വീപ്സിലേക്ക് പറക്കാം ആസ് എ ടീച്ചർ.